ഈ ഒരു റിസോർട്ട് ശരിക്കും ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളൊരു ഇമോഷനായിരുന്നു. ഞങ്ങൾ ചെറുതാവുമ്പോൾ ഈ സ്ഥലത്താണ് ഞങ്ങൾ കളിക്കാൻ വരാം. ഈ സ്ഥലത്ത് അതിനുശേഷമാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയതും ഇവിടെ റിസോർട്ടാക്കിയതും. അന്ന് മുതൽ ഈ സ്ഥലത്തിനോട് ഞങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഫിർഷാദ്, എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറാണ്. ഇത് റാഷിദ് ബാബു, ഇത് സുഹൈൽ, ഇത് സിനാൻ. എൻ്റെ പേര് ഷുഹൈബ്. ഈ പ്രോപ്പർട്ടി ഞങ്ങളൊരു ബ്രദറാണ് നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഫിറോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവൻ്റെ ബ്രദറാണ്. അദ്ദേഹം ഇവിടെ മാനേജറായിരുന്നു. ഈ പുല്ലിലൊക്കെ ഒരു കള കയറുമ്പോൾ അദ്ദേഹത്തിന് ടെൻഷനാണ്. പിറ്റേ ദിവസം പണിക്കാരെ വിളിക്കും. അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും. ഇതെന്ന് പറയുന്ന സമയത്ത് അയാൾ ഇത് കേൾക്കാനൊന്നുമില്ല. അവർ കുടുംബത്തിൽ ആരുമില്ല, ഇവൻ മാത്രമാണ് ബാക്കിയുള്ളത്. അന്ന് തിരിച്ചു വരുന്ന ടൈമിൽ എൻ്റെ വീട്ടിൽ ലേറ്റ് ആയിട്ട് ഞാൻ നിർത്തി നോക്കിയപ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഞങ്ങൾ മൊത്തം 8 പേരല്ലേ. അതിൽ എൻ്റെ വൈഫും കുട്ടിയും തറവാട്ടിലും, ഇവർ ഒരു 10 മണിയായിട്ടുണ്ട്, ഇവർ വീട്ടിലും ഉണ്ട്. അപ്പോൾ അന്ന് ഞാൻ അവരുടെ അടുത്ത് വണ്ടി നിർത്തി പറഞ്ഞാൽ നമുക്ക് മേലെ നിന്നാൽ പോരെ, മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ സേഫായിട്ട് മേലേക്ക് മാറിയാൽ പോരെന്ന് ചോദിച്ചതാണ്. പക്ഷെ ഓര് പറഞ്ഞത് വലിയ മഴയൊന്നും ഇല്ലല്ലോ, 2-3 ദിവസമായാലും മര്യാദക്ക് ഉറങ്ങിയിട്ട് ഇന്നിവിടെ ഉറങ്ങാമെന്ന് പറഞ്ഞതാണ്. പിന്നെ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു വിമാനമൊക്കെ ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു സൗണ്ടാണ്. അങ്ങനെ ഞാൻ വാതിൽ തുറന്നൊക്കെ ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിർത്തിയിട്ട് എൻ്റെ കാറ് കറങ്ങി ഞാൻ നിൽക്കണ വീട്ടിൻ്റെ അവിടെ വരുന്നതാണ്. 3 landslides in just 4 hours. In a series of landslides in Kerala's Wayanad. കേരളത്തെ കണ്ണീരിലാഴ്ത്തി വയനാട്ടിൽ ഉരുൾപൊട്ടി വൻ ദുരന്തം. ചൂരൽമലയിലും ഉരുൾപൊട്ടൽ. ഞങ്ങളാരും അത്രയൊരു ചെറിയ ജീവിത നിലവാരത്തിൽ ജീവിച്ച ആൾക്കാരല്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഒന്നിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്നിൽ കൂടുതൽ ബിസിനസ്സുള്ള ആൾക്കാരായിരുന്നു. നല്ല ജോലികളുള്ള ആൾക്കാരായിരുന്നു. കുറേ പേര് വിദേശത്തായിരുന്നു, അവിടെയും ബിസിനസ്സായിരുന്നു. ഒക്കെ ഞങ്ങളൊരു ബേസിക് നാടാണ്. പക്ഷെ ഇപ്പം ഞങ്ങളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടുന്ന് പ്രളയത്തിൽ ഓടിയപ്പോൾ ഞങ്ങൾ ജനിച്ചു വീണ കുട്ടികളെ പോലെ തന്നെ ആയിരുന്നു. ശരിക്കും ജനിച്ചു വീഴുന്നൊരു കുട്ടിക്ക് വസ്ത്രം പോലും ഉണ്ടാവില്ലല്ലോ, അങ്ങനത്തെ ഒരവസ്ഥയിൽ. പക്ഷെ ഞങ്ങളാരും തളർന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങളെ സംസാരം നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ തളർന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു പക്ഷെ അള്ളാൻ്റെ തീരുമാനങ്ങളായിരിക്കാം, നമുക്ക് അങ്ങനെ ആലോചിക്കാം. ഈ ഉരുൾ പൊട്ടുന്ന സമയത്ത് ഞാൻ ദുബായിലാണ്, ഇവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ന്യൂസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്നുണ്ട്. ഇവരെല്ലാവരും ന്യൂസിൽ ഇങ്ങനെ കാണുന്നുണ്ട്, മീഡിയാസിൽ കാണുന്നുണ്ട്, ഇവരെല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഇവൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ഉപ്പ മരണപ്പെട്ട് കിടക്കുകയാണ്, ആരും ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല, എത്തുന്നില്ല, അനിയൻ മരിച്ചു, അതൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഓഫീസിൽ ലീവിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇവൻ്റെ കല്യാണത്തിന് വന്നിട്ട് ഞാൻ പോയിട്ടാകെ 20 ദിവസം അല്ലേ, 20 ദിവസം ആയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് പോകണമെങ്കിൽ പോവാം, പക്ഷേ ലീവിന് പോകണ്ട, റിസൈൻ ചെയ്ത് പോയിക്കുമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെറിയ ജോലിക്കാരനല്ലായിരുന്നു, ഞാൻ മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആൾ തന്നെയായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് എൻ്റെ ജോലിനോടൊരു പ്രയോറിറ്റി കൊടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 2 ടെൻഷനുണ്ട് ശരിക്കും മനസ്സിൽ. മെയിനായിട്ട് ഉണ്ടായിരുന്ന 2 വരുമാനമായിരുന്നു. ഒന്ന് ഗൾഫിലെ ജോലി, പിന്നെ ഇവിടുത്തെ റിസോർട്ട്, ട്രാവൽസ്, നമ്മൾ ഡെവലപ്പിംഗ് കമ്പനി. അറ്റ് എ ടൈം എല്ലാം സ്റ്റക്കായി. ആ സമയത്ത് ബോർഡിംഗ് പാസ് ഇട്ട് എയർപോർട്ടിൽ ഇരിക്കുമ്പോഴും 2 ടെൻഷനുണ്ട്. ഒന്നാമത്തെ കാര്യം, പോകാനൊരു നാടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി മുമ്പോട്ട് എന്താണെന്നുള്ളൊരു ആ ഒരു ഫിക്കർ. എനിക്ക് ആദ്യം കിട്ടിയത് ഇവനെയാണ്. അന്നിറങ്ങിയ ആ ഒരു ഇറങ്ങൽ, ഇന്നിപ്പോൾ നമ്മളൊരു ബ്രാൻഡ് മാർക്കറ്റിൽ എത്തിയിട്ടാണ് നിൽക്കുന്നത് അല്ലേ, അൽഹംദുലില്ലാ. അങ്ങനെ ഞങ്ങൾ പ്രളയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് വൈൻ ക്രേവ് സ്പൈസസ് ആൻഡ് ഹണി. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വയനാടിൻ്റെ സ്പൈസസ് മാത്രമാണ്. വയനാടിൻ്റെ സ്പൈസസ്, വയനാടിൻ്റെ ഹണി, വയനാടിൻ്റെതായിട്ടുള്ള കുറേ ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അത് മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് വയനാടിൻ്റെ വൈൽഡ് ഹണി ആയിരുന്നു. പക്ഷേ ഞങ്ങളെ കമ്പനിയിൽ ഒരു 15ഓളം പ്രൊഡക്റ്റ് ആക്കണമെന്ന് ഞങ്ങൾക്കൊരു ഇൻറ്റൻഷനും ഉണ്ടായിരുന്നു ആദ്യം തന്നെ. പിന്നെ എന്ത് സാധനം ഇറക്കുകയാണെങ്കിലും
ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റായിട്ട് ഇറക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ മമ്മൂട്ടിക്ക് ഞങ്ങളോട് പറഞ്ഞു പീപ്പിൾ ഫൗണ്ടേഷൻ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പീപ്പിൾ ഫൗണ്ടേഷനിൽ പോയത്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾക്കൊരു പുതിയ പ്രൊഡക്റ്റിന് ഒരു മിഷനറിയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് കാണുന്ന ആൾക്കാരോട് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയോ, നമ്മളൊക്കെ നന്ദിയുള്ള മനുഷ്യന്മാരാവെന്നുള്ളതാണ്. വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രളയത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് മനുഷ്യന്മാരെ കണ്ടു. കുറച്ചല്ല, കുറച്ചധികം. ഒരു വ്യക്തി താല്പര്യമില്ലാതെ, ഊണില്ലാതെ, ഉറക്കമില്ലാതെ, ഭക്ഷണമില്ലാതെ, കുടുംബമില്ലാതെ ഞങ്ങളെ കൂടെ ഓടുക. ഈ ഉരുൾപൊട്ടലിന് ശേഷം കാറിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിക്കും. എടാ നമുക്ക് പറ്റുമോ ഒരു മനുഷ്യൻ്റെ കൂടെ ഇത്ര നടക്കാൻ? എനിക്ക് പറ്റുമോ? ഞങ്ങളിങ്ങനെ ഇടയ്ക്കിങ്ങനെ സംസാരിക്കും. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ നന്ദിയുള്ള മനുഷ്യന്മാരാവുക. ഒന്നും ആഗ്രഹിക്കാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വേറെ വഴിയിൽ നമുക്ക് വരും. കൃത്യമായൊരു ഗൈഡൻസ് കിട്ടിയത് ഒരു പക്ഷേ പീപ്പിൾ ഫൗണ്ടേഷൻ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട്. അത് മാത്രമല്ല, ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു വട്ടം വിളിക്കും, എന്തായി കാര്യങ്ങൾ, അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട്. കൃത്യമായി ഫോളോ അപ്പ് ഞങ്ങൾക്കൊരു പക്ഷേ കിട്ടിയത് ചിലപ്പം പീപ്പിൾ ഫൗണ്ടേഷനിൽ മാത്രമായിരിക്കാം. ഫോളോ അപ്പ് അല്ല, മെയിൻലി ഞങ്ങളെങ്ങനെ പോകണം എന്നുള്ളത്. അത് ആക്ച്വലി ഞങ്ങൾ സ്റ്റക്കായിരുന്നു. ഞങ്ങൾക്കറിയാം ഇതിങ്ങനെ ഒരു പരിപാടി തുടങ്ങണമെന്നേ അറിയാനുണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് FFSA എന്താണെന്ന് അറിയാം, ട്രേഡ് ലൈസൻസ് എന്താണെന്ന് അറിയാം, GST എന്താണെന്ന് അറിയാം. ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ മറുപടി പറയാൻ പറ്റും. അതിനൊരു കാരണമായത് പീപ്പിൾ ഫൗണ്ടേഷൻ ആണെന്ന് ഞങ്ങൾക്ക് പറയാം.